അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, ഇന്നലെ മട്ടന്നൂരിൽ വളരെ നിർഭാഗ്യകരമായ മറ്റൊരു സംഭവം കൂടി നടന്നു. എനിക്കൊന്ന് രാത്രി 10 കൂടിയാണ് 3 CPM പ്രവർത്തകരെ ആക്രമിച്ചത്. RSSകാരാണ് ആക്രമിച്ചത് എന്ന് പറയുന്നു. വെട്ടേൽക്കുകയായിരുന്നു ഈ 3 പ്രവർത്തകർക്കും. ഈ 3 പേർക്കും ഇപ്പോൾ അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? തൃപ്തികരമാണോ? അപകടനില തരണം ചെയ്തിട്ടുണ്ടോ? RSS പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. പെട്ടെന്നുണ്ടായ എന്തെങ്കിലും വാക്കുതർക്കമാണോ, അതല്ല കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണോ? എന്താണ് ഈ വെട്ടേറ്റവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ CPM പറയുന്നത്? മറുഭാഗത്ത് നിന്ന് തങ്ങളല്ല അങ്ങനെ എന്തെങ്കിലും പ്രസ്താവനകൾ വന്നിട്ടുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? അരുൺകുമാർ, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് മട്ടന്നൂർ ഇടവേലിക്കലിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. അതായത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്ന CPM പ്രവർത്തകർക്ക് നേരെ RSS പ്രവർത്തകരായിട്ടുള്ളവർ എത്തി ഇത്തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 CPM പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. CPMന്റെ ഇടവേലിക്കൽ ബ്രാഞ്ച് അംഗം ലതീഷ്, അതുപോലെ തന്നെ പ്രവർത്തകരായിട്ടുള്ള സനോബ്, റിജിൽ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. അവർ ഇപ്പോഴും AKG ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. എങ്കിൽ കൂടി ഇതിൻ്റെ ഭാഗമായി ഈ സംഭവത്തിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അക്രമത്തിൻ്റെ പിന്നിൽ RSS പ്രവർത്തകരാണ് എന്നുള്ള ആരോപണമാണ് CPIM ഉന്നയിക്കുന്നത്. ഈ സംഭവം നടക്കുന്നതിൻ്റെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു. മട്ടന്നൂർ ടൗണിൽ വെച്ച് ഇത്തരത്തിൽ വാക്കേറ്റത്തിന് ശേഷം ഇവർ 3 പേരും ഈ പറയുന്ന ഇടവേലിക്കലിലെ ബസ് സ്റ്റോപ്പിൽ എത്തുകയും അവിടെ വിശ്രമിക്കുകയുമായിരുന്നു. അതിനുശേഷമാണ് ഈ RSS സംഘാംഗങ്ങൾ അവിടത്തേക്ക് എത്തി ആക്രമണം നടത്തുന്നതെന്നാണ് CPMന്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് സാഹചര്യമൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മറുഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഇത് തങ്ങളല്ല തുടങ്ങിയിട്ടുള്ള പ്രതികരണം ഈ സമയം വരെ വന്നിട്ടില്ല. അത് കൃത്യമായ രീതിയിൽ എന്താണ് അതിൻ്റെ ഭാഗമായി എന്നുള്ള രീതിയിൽ BJPയുടെയും അതുപോലെ തന്നെ RSSൻ്റെയും നേതാക്കൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പറയുന്ന വെട്ടാൻ വേണ്ടി അവിടത്തേക്ക് എത്തിയിട്ടുള്ള അക്രമത്തിന് പിന്നിലുള്ള പ്രവർത്തകരെ ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവർ ദേഷ്യമായിരിക്കാം ഒരുപക്ഷെ ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. RSS പ്രവർത്തകരും കരുതിക്കുട്ടി ആക്രമണത്തിന് വന്നതല്ല എന്ന് നമുക്ക് കരുതാം. പോലീസ് എന്തായാലും അത് അന്വേഷിക്കുന്നുണ്ട്. RSS BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഇനിയും ലഭ്യമായിട്ടില്ല. എന്തായാലും 3 പേരും അപകടനില തരണം ചെയ്തു എന്നുള്ളത് ഈ ഘട്ടത്തിൽ ആശ്വാസകരമാണ്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അർജുൻ കല്യാട്. അപ്പോൾ നമ്മൾ